Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ദെൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി MCQs, ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കാണുക, സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂളിലോട്ടാണ് കിടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിൻ്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, മാനേജ്മെൻറ്റ് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. Management is considered an exact science because it deals with predictable human behavior. Number 2. Management as an art involves the personalized application of existing knowledge to achieve desired results. Number 3. The professionalization of management implies that management now requires a restricted entry through a formal degree similar to law or medicine. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻസ് ഓൺലി 1 and 2 ആർ കറക്റ്റ്, ഓൺലി 2 ഈസ് കറക്റ്റ്, 2 and 3 ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സാക്ട് സയൻസ് ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് പ്രിഡിക്റ്റബിൾ ഹ്യൂമൻ ബിഹേവിയർ. അത് തെറ്റല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട് സയൻസ് ആണോ? മാത്സ് ഒക്കെ പോലെ അല്ല, ഇൻഎക്സാക്ട് സയൻസ് ആണ്, സോഷ്യൽ സയൻസ് ആണ്. നമുക്ക് ഹ്യൂമൻ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ? സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. മൂവിങ് ടു നമ്പർ 2. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട് ഇൻവോൾവ്സ് ദ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളേജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. അത് കറക്റ്റ് അല്ലേ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആർട്ടിൽ പ്രാക്ടീസ് വേണം, പേഴ്സണലൈസ്ഡ് സ്കില്ല് വേണം, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലേ? ആർട്ടിന്റെ പ്രത്യേകത ആണ്. മാനേജ്മെന്റിൽ നമ്മളത് പറയുന്നുണ്ട്. മാനേജ്മെന്റ് ആർട്ടാണ്, സയൻസ് ആണ്, പ്രൊഫഷനാണ് നമ്മൾ പറഞ്ഞു. സോ മാനേജ്മെന്റിന് എന്തുകൊണ്ട് ആർട്ട് എന്ന് പറയണു? പേഴ്സണലൈസ്ഡ് സ്കില്ല് വേണം, പ്രാക്ടീസ് വേണം, അതിന്റെ ആപ്ലിക്കേഷൻ വേണം. ആർട്ടില് ഈ പറയുന്ന 3 കാര്യങ്ങളും വേണം. അത് തന്നെ നമുക്ക് മാനേജ്മെന്റിലും കാണാൻ സാധിക്കും, നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Number 3. The professionalization of management implies that management now requires a restricted entry through a formal degree similar to law or medicine. അപ്പോൾ മാനേജ്മെന്റിൽ ഇപ്പോൾ ലോ അതുപോലെ തന്നെ മെഡിസിൻ്റെ കേസിൽ പോലെ ആ പെർട്ടിക്കുലർ ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനേജർ ആവാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ MBBS കഴിഞ്ഞാലേ നമുക്ക് അല്ലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ നമുക്ക് LLB കഴിയണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മാനേജ്മെന്റിൽ എന്നാ പറയണ. ബട്ട് അത് ആക്ച്വലി തെറ്റാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ എക്സ്പീരിയൻസിന് അല്ലെ അതിനൊക്കെ റെലവൻസ് വന്നു. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെന്റിൽ ശരിക്കും ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ ആ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞത് കുറഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി കഴിഞ്ഞാൽ മാത്രം ആണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ ആവാൻ സാധിക്കുള്ളൂ എന്ന് പറയണത് തെറ്റാണ്. ഇപ്പോൾ കൂടുതൽ അല്ലേ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുതരുന്ന ആൾക്കാരെ ആ പൊസിഷനിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ മോർ ദാൻ അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട്, ക്വാളിഫിക്കേഷൻ്റെ ബേസിലല്ല മാനേജർ ആവുന്നത്, ക്വാളിറ്റിയുടെ ബേസിലാണ് പലപ്പോഴും ആ ഒരു പോസ്റ്റിലോട്ട് എത്തി റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ഇപ്പോഴത്തെ സിനാരിയോയിൽ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. Statement 1. Efficiency refers to doing the right task to achieve goals. Number 2. Effectiveness is concerned with the end result or achieving the target on time. Number 3. A successful manager must be both effective and efficient. 4 options വരുന്നു. Only one is correct. 2 and 3. 1 and 3. Then all are correct. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. ഫസ്റ്റ് വൺ, എഫിഷ്യൻസി റെഫേഴ്സ് ടു ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് ടു അച്ചീവ് ഗോൾസ്. എഫിഷ്യൻസിയുടെ മീനിങ് പറയുന്നത് തെറ്റല്ലേ? ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇഫക്റ്റീവ്നെസ് ആണ്. ഇഫക്റ്റീവ്നെസ്സിലാണ് ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, ദെൻ അത് ഫിനിഷ് ചെയ്യുക. എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുക, അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് ദ പെർട്ടിക്കുലർ ടാസ്ക് വിത്ത് ലിമിറ്റഡ് ടൈം അല്ലെങ്കിൽ ലിമിറ്റഡ് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴാണ് നമ്മൾ അവിടെ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ 2 പേർക്ക് കൊടുക്കുകയാണ്. ഒരാൾ 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്നു, മറ്റൊരു വ്യക്തി അവിടെ അത് 35 മിനിറ്റ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു ഹൈ ക്വാളിറ്റിയിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക? അവിടെ ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്ത വ്യക്തി രണ്ടാമത്തെ വ്യക്തിയാണ്. 35 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ ആ വ്യക്തിക്ക് എഫിഷ്യൻസി ഉണ്ടെന്ന് പറയും. അപ്പുറത്തൊരു വ്യക്തി സെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം വർക്ക് തന്നെ ചെയ്തു, ബട്ട് അത് 1 hour എടുത്തു. ഡൂയിങ് ദി റൈറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ്നെസ്സിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. ദെൻ ഇഫക്റ്റീവ്നെസ് ഈസ് കൺസേൺ വിത്ത് ദ എൻഡ് റിസൾട്ട് ഓർ അച്ചീവിങ് ദ ടാർഗറ്റ് ഓൺ ടൈം. അതാണ് ഇഫക്റ്റീവ്നെസ്. ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. അതാണ് ആ 1 മണിക്കൂറിൻ്റെ വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ള. ഒരു 2 പേർക്ക് ഒരാൾ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇഫക്റ്റീവ്നെസ് ഉണ്ട്. എഫിഷ്യൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ അത് 35 മിനിറ്റ് കൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തു. അപ്പോൾ ആ രണ്ടാമത്തെ ആൾക്ക് എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി എ സക്സസ്ഫുൾ മാനേജർ മസ്റ്റ് ബി ബോത്ത് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. കറക്റ്റ് അല്ലേ? സക്സസ്ഫുൾ മാനേജർ ഇഫക്റ്റീവ് ആവണം. ഏത് വർക്കാണ് ചെയ്യേണ്ടതെങ്കിൽ അത് തന്നെ ചെയ്യണം, അത് ഓൺ ടൈമിൽ അവസാനിപ്പിക്കണം. ദെൻ അത് എഫിഷ്യൻ്റ് ആയിട്ട് വിത്ത് മിനിമം കോസ്റ്റ് കൊണ്ട് അവസാനിപ്പിച്ചാൽ എഫിഷ്യൻസി അവിടെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതും വേണം, അല്ലേ? സോ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. Moving to question number 3. Management is a tangible force because its presence can be physically felt in an organization. Number 2. Coordination is considered the essence of management rather than a separate function. Management is a goal-oriented process that integrates individual efforts towards organizational objectives. 4 options. Only 2 and 3. 1 and 2, only 3, all are correct. So നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മാനേജ്മെന്റ് ഈസ് എ ടാഞ്ചിബിൾ ഫോഴ്സ് ബിക്കോസ് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫിസിക്കലി ഫെൽറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ടാഞ്ചിബിൾ ഫോഴ്സ് ആണെന്ന് പറയണേ മാനേജ്മെന്റ്. തെറ്റല്ലേ? ഇപ്പോൾ നല്ല രീതിയിൽ മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം. എംപ്ലോയി മൊറൈൽ കൊണ്ടോ ഇൻ ടൈമിൽ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു. അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ നല്ല സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ് ഒരു സ്ഥാപനത്തിൽ ഫോളോ അപ്പ് ചെയ്യണം. അതൊക്കെ ഇൻടാഞ്ചിബിൾ ആണ്, കാണാൻ സാധിക്കില്ല. അപ്പൊ മാനേജ്മെന്റ് ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മെജോറിറ്റി എന്താ? ഇൻടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൊറൈൽ നമുക്ക് കാണാൻ പറ്റൂ? സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റൂ? ഇല്ല. ഇനി നമ്പർ 2, കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് റാദർ ദാൻ എ സെപ്പറേറ്റ് ഫംഗ്ഷൻ. മറ്റു ഫംഗ്ഷന്റെ പോലെ ഒരു അഡീഷണൽ ഫംഗ്ഷൻ മാത്രമാണോ? അല്ല. ഇപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ മാത്രമല്ല, ഇതിന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാം. അതാണല്ലോ കോർഡിനേഷൻ. കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു എസെൻസ് ആണ്, എസെൻസ് ഓഫ് മാനേജ്മെന്റാ. ജസ്റ്റ് ഒരു അഡീഷണൽ ഫംഗ്ഷൻ ആയിട്ട് മാത്രം അതിനെ കണക്കാക്കരുത്. ശരിയാണ്. ദെൻ
Management is a goal-oriented process that integrates individual efforts towards organizational objectives. അത് കറക്റ്റ് അല്ലേ, ഫീച്ചറിൽ പറയുന്നല്ലേ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഇൻഡിവിജ്വൽ എഫേർട്സിനെ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സിലോട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Statement 1. F.W. Taylor is known as the father of general management. Taylor's functional foremanship violates principle of unity of command. Mental revolution involves a change in the attitude of workers and management towards one another. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നമുക്ക് നോക്കാം. നമ്പർ 1 എന്താണ് ആദ്യം പറഞ്ഞത്? F.W. Taylor is known as the father of general management. തെറ്റല്ലേ? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടൈലർ. ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ഫയോൾ ആണ് അല്ലേ. ഇനി ടൈലേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വയലേറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. കറക്റ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഫയോള് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അല്ലെ ഒരാൾ പറയണത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഒന്നിലധികം കമാൻഡ് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ പുലിവാലാവെന്ന് പറഞ്ഞിട്ടുള്ളേ. അതാണല്ലേ യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരൊറ്റ ആൾ പറയണത് മാത്രം കേൾക്കുക. ഒന്നിലധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്താവും? അവിടെ ആകെ കൊല്ലാപ്പോവും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. നേരെ മറിച്ച് ടൈലർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പില് ഒരു സാധാരണ ഒരു വ്യക്തി ലേബർ എന്ന് പറയുന്ന വ്യക്തി ലേബർ എക്സ്പേർട്ട് അല്ല. സോ അതുകൊണ്ട് തന്നെ 8 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് 8 പേരുടെ കാര്യങ്ങൾ 8 പേര് പറയണ കാര്യങ്ങള് അല്ലേ ഈ പറയുന്ന ലേബർ കേൾക്കണം എന്നാ പറയണത്. അത് 4 പേര് പ്ലാനിങ്ങിനും 4 പേര് എക്സിക്യൂഷനാണ്. അപ്പോ അതാണല്ല ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലുണ്ട് ടൈലറുടെ എക്സ്പ്ലനേഷനിൽ കാണാൻ സാധിക്കും. 8 നമുക്ക് 8 പേര് പറയണ കേൾക്കണം എന്ന്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് ഈ മുകളിലുള്ള ആൾക്കാർ പറയണത് കേൾക്കണം എന്ന്. അപ്പോൾ അതും ഈ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ രണ്ടും രണ്ടല്ല പറയുന്നത്. ഫയോള് പറയണം ടൈലർ പറയണം രണ്ടാണ്. വയലേറ്റ് ചെയ്യുന്ന എന്നാണ് പറയുന്നത്. ശരിയാണ്. ഓക്കെ, so that's about number 2. Then number 3, mental revolution involves a change in the attitude of workers and management towards one another. കറക്റ്റ് അല്ലേ? ടൈലർ ഇത് പറയുന്നേക്കാൾ മുമ്പ് എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയറുടെയും തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയർക്ക് അധികം ശമ്പളം കൊടുക്കാണ്ട് എംപ്ലോയിനെ കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കണം. എംപ്ലോയിയുടെ മനസ്സിൽ എന്താ? ഇവരെന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, എനിക്ക് കുറച്ച് സമയം ജോലി ചെയ്ത് നല്ല ശമ്പളം വേണം. ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അതങ്ങനെ പാടില്ല. അതിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ളതാണ് മെന്റൽ റെവല്യൂഷനിൽ അല്ലേ. നമുക്ക് നമ്മുടെ റിസൾട്ടിലോട്ട് ഫോക്കസ് പോയിട്ട് രണ്ടുപേരും ഒരൊറ്റ ആറ്റിറ്റ്യൂഡിലോട്ട് മാറണം എന്നുള്ളതാണ് മെന്റൽ റെവല്യൂഷനിൽ. അപ്പോൾ ബിഫോർ ഈ പറയുന്ന ടൈലറുടെ കോൺട്രിബ്യൂഷന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡായിരുന്നു. എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യണു, ഞാൻ എക്സ്പ്ലോയിറ്റ് ആവണം എന്നുള്ള തോട്ടായിരുന്നു. ഇപ്പം മാറിയിട്ട് രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കലാണ്. അതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. ഇൻവോൾവ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ടുവേർഡ്സ് വൺ അനദർ. ഓക്കെ, ഒന്നായിട്ട്. സോ 2ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. Question number 5. Henry Fayol identified 14 principles of management. Easy question. Then principle of esprit de corps emphasizes individual competition among employees. Then scalar chain refers to the formal line of authority from highest to lowest ranks. Only 1 and 3, 2 and 3, 2 and 1 and 2 all are correct. നമുക്ക് നോക്കാം. Fayol identified 14 principles of management. Correct അല്ലേ? Easy. Then the principle of esprit de corps emphasizes individual competition among employees. തെറ്റല്ലേ? ടീം സ്പിരിറ്റ് ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്. യൂണിയൻ അല്ലേ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, അതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് കോമ്പറ്റീഷനെ പറ്റിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then scalar chain refers to the formal line of authority from highest to lowest rank. കറക്റ്റ് അല്ലേ? അതല്ലേ സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി, ഹൈയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. അതിനെയാണ് നമ്മൾ സ്കാലർ ചെയിൻ എന്ന് പറയാം. സോ 1ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മാനേജ്മെന്റ് പുതിയ മൊഡ്യൂളിലെ ഒരു 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ട് നാളെ കാണാം.
സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറണമെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെ നമ്മുടെ പോലുള്ള എക്സ്പേർട്ട് സ്ഥാപനത്തിൽ നിന്നുള്ള ക്ലാസ്സസ് കൂടിയേ തീരും. ഓക്കെ, മറ്റു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.